നമസ്കാരം. സർക്കാർ ശബരിമലയെ ഒരു കൊള്ളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപാധിയായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ആ ഒരു രീതിയിൽ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള വിഷയത്തിൻ്റെ കാര്യമെടുത്താലും അവിടുത്തെ കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ വിദേശ വിപണിയിൽ അടക്കം കൊണ്ടുപോയി കച്ചവടം ചെയ്യുവാനുള്ളതിന് ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ചത് ഇടതുപക്ഷ സർക്കാരാണ്. ആ ഒരു രീതിയിൽ സർക്കാർ എല്ലാ തരത്തിലും ശബരിമലയെ ഒരു സ്വർണ്ണക്കൊള്ളയ്ക്കും മറ്റ് കൊള്ളകൾക്കും വേണ്ടിയിട്ടുള്ള ഉപാധിയായിട്ടാണോ കാണുന്നത് എന്നാണ് കേരള സമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സർക്കാരിന് വലിയൊരു തിരിച്ചടി നേരിട്ടു എന്നുള്ള വാർത്തകളാണ്, വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്ത നമുക്ക് ലഭ്യമാകുന്നത്, വിവരങ്ങൾ ലഭ്യമാകുന്നത്. അതായത് ചെറുവള്ളി എസ്റ്റേറ്റിലുള്ള സർക്കാർ ഭൂമിയാണ് എന്ന അവകാശവാദത്തിന് കോടതിയിൽ നിന്ന് തന്നെ, അതായത് പാലാ കോടതിയിൽ നിന്ന് തന്നെ തിരിച്ചടി നേരിട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് സർക്കാർ ഇത് തിരിച്ചടിയല്ല, മറിച്ച് സർക്കാർ ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതായത് ചെറുവള്ളി എസ്റ്റേറ്റ് യഥാർത്ഥത്തിൽ ഹാരിസൺ മലയാളത്തിന് പാട്ടത്തിന് നൽകിയതാണ്. എന്നാൽ ഇത് 2005 ബിലീവേഴ്സ് ചർച്ച് ഈ ഭൂമി സ്വന്തമാക്കിയ കാര്യം സർക്കാരിന് അറിയാം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രേഖകളൊന്നും തന്നെ സർക്കാർ കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായില്ല. അങ്ങനെ സമർപ്പിച്ചിരുന്നു എങ്കിൽ കോടതിയിൽ നിന്ന് അനുകൂലമായ നടപടികൾ തന്നെ ഉണ്ടായേനെ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രീതിയിൽ സർക്കാർ വളരെ ദുർബലമായ വാദഗതികളാണ് കോടതിയിൽ ധരിപ്പിച്ചത്. കേവലം 1910 രേഖകൾ വളരെ കൃത്യമായി സമർപ്പിച്ചുവെങ്കിൽ, അതായത് അവിടുത്തെ സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി സമർപ്പിക്കുകയോ അതിനുശേഷം ഈ പാട്ടക്കരാറുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി സമർപ്പിക്കുകയോ ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ വളരെ ആ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാമായിരുന്നു. എന്നാൽ മനഃപൂർവ്വം തന്നെ ഈ ഭൂമി കാശ് കൊടുത്ത് വാങ്ങുക എന്നുള്ള രീതിയിലാണ് ഈ പ്രൊജക്റ്റുമായിട്ട് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അതായത് ഇതിൻ്റെ പിന്നിൽ വളരെ വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള അഴിമതിയുണ്ട്. ഈ അഴിമതി, അതായത് ബിലീവേഴ്സ് ചർച്ചിനെ ഏതെങ്കിലും രീതിയിൽ ഇത് കോടിക്കണക്കിന് രൂപ ഈ ബിലീവേഴ്സ് ചർച്ചുമായിട്ടും യോഹന്നാനുമായിട്ടും ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയിലെ അഴിമതികൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അഴിമതികളുടെ പിന്നാമ്പുറങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമായിട്ടുമുണ്ട്. അതായത് ഈ രീതിയിൽ സർക്കാർ ഇതിൽ വലിയ രീതിയിലുള്ള അട്ടിമറികൾ നടത്തുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി. അതായത് ഈ രേഖകൾ വളരെ കൃത്യമാണ് എങ്കിൽ കോടതിക്ക് തീർച്ചയായിട്ടും ഈ ബിലീവേഴ്സ് ചർച്ചിൻ്റെ പക്കലുള്ള വസ്തുവല്ല, ഇത് സർക്കാർ ഭൂമിയാണ് എന്ന് കോടതിക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നതും ഇതിന് സർക്കാരിന് അനുകൂലമായ, ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ളതോ ശക്തമായിട്ടുള്ളതുമായ തെളിവുകൾ ഹാജരാക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ ഭൂമിയിൽ നിന്ന് ഒരു വലിയ കൊള്ളയാണ് സർക്കാർ പദ്ധതിയിടുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് എല്ലാ തരത്തിലും സർക്കാരിന് സൗജന്യമായി ലഭ്യമാകേണ്ട ഭൂമിയുടെ കാര്യത്തിലാണ് ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം അവിടെ വിമാനത്താവളം വരിക എന്നതല്ല സർക്കാരിൻ്റെ ലക്ഷ്യം. അവിടെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ മികച്ച സൗകര്യങ്ങളുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റിയെടുക്കുക എന്നതല്ല സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതിൽ നിന്ന് എങ്ങനെയും കാശുണ്ടാക്കി എടുക്കുക എന്നുള്ളത്. ശബരിമല എത്രയോ വലിയ സാധ്യതകളുള്ള ആരാധനാ കേന്ദ്രമാണ്. എന്നാൽ ഈ ആരാധനാ കേന്ദ്രത്തിന് അത്തരമൊരു ആരാധനാ കേന്ദ്രത്തിന് പറ്റിയ രീതിയിലുള്ള സൗകര്യങ്ങൾ എന്തെങ്കിലും തന്നെ സർക്കാർ നൽകുവാനായിട്ട് ഇതുവരെയും തയ്യാറായിട്ടുണ്ടോ? അവിടെ വേണ്ടത് ഈ വിമാനത്താവളത്തിനേക്കാൾ വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ മര്യാദയ്ക്ക് പോകുവാൻ കണക്കിനുള്ള ബാത്റൂം സൗകര്യങ്ങൾ പോലും ഇപ്പോൾ ലഭ്യമല്ല. അതോടൊപ്പം തന്നെ ഭക്തർക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായി, വളരെ നല്ല രീതിയിൽ, നല്ല സൗകര്യമുള്ള റോഡുകൾ, അല്ലെങ്കിൽ അവരെ കാത്തിരിക്കാനായിട്ട് ശബരിമലയിലേക്ക് ഭക്തരെത്തുമ്പോൾ, അയ്യനെ തൊഴുവാൻ വേണ്ടിയിട്ട് ഭക്തരെത്തുമ്പോൾ അതിന് വേണ്ടത്ര മതിയായ രീതിയിലുള്ള കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ല.
പ്രാകൃതമായ രീതിയിൽ വടം കെട്ടിവെച്ചും പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായ രീതിയിലാണ് ഭക്തന്മാരെ നേരിടുന്നത്. പലപ്പോഴും പോലീസിൽ നിന്ന് വളരെ തിക്തമായ അനുഭവങ്ങൾ തന്നെ ഭക്തന്മാർ നേരിടുന്നുണ്ട്. എന്തിന് ഭക്തന്മാർക്കൊപ്പം തന്നെ, ഭക്തന്മാർ എന്നതിലുപരി തന്നെ അവിടെ ആചാരങ്ങൾ നടപ്പിലാക്കാൻ വന്ന അമ്പലപ്പുഴ സംഘത്തിന് നേരെ പോലീസിന്റെ കയ്യേറ്റം പോലും ഉണ്ടായി. സമൂഹ പെരിയോൻ നേരെ പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ രീതിയിലുള്ള സമീപനങ്ങൾ ഉണ്ടായി. അങ്ങനെ ഭക്തന്മാരെ യാതൊരു രീതിയിലും പ്രോത്സാഹിപ്പിക്കുകയോ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനോ അല്ല പലപ്പോഴും സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനാണ്. അത്തരം സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സർക്കാർ ഈ രീതിയിലുള്ള സമീപനങ്ങൾ തന്നെയാണ് നടത്തി വരുന്നത്. ഇത് ഒരു കാരണവശാലും ഇത് കേരളത്തിന് വച്ചുപൊറുപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് തികച്ചും ഹൈന്ദവ വിരുദ്ധവും ഭക്തന്മാർക്ക് എതിരായിട്ടുമുള്ള നടപടികൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിനെതിരെ വേണ്ടത്ര രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുക തന്നെ വേണം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.